ഹലോ, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹൗ ടു ഡിസൈൻ യുവർ ഓൺ കിച്ചൺ എന്നുള്ളതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തത്? കിച്ചൺ ലേ ഔട്ട്, ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, പിന്നെ അപ്ലയൻസസ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിങ്കിനെ കുറിച്ചും സിങ്കിൻ്റെ കൂടെ വരുന്ന ഫോസറ്റ്, അതായത് ടാപ്പില്ലേ, അപ്പം അതിനെക്കുറിച്ചും ബാക്ക് സ്പ്ലാഷ്, അതായത് കിച്ചൻ്റെ സൈഡിലുള്ള ഡാഡോയിങ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും ആൻഡ് കൗണ്ടർ ടോപ്പ്. ഇത് നാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. പ്രത്യേകിച്ചും ബാക്ക് സ്പ്ലാഷും കൗണ്ടർ ടോപ്പും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഒരു കിച്ചണിൽ. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പറയാനായിട്ട്. പോരെ. I've been thinking about myself today, thinking how I changed, how I really don't care. അപ്പം നമുക്ക് ആദ്യമായിട്ട് സിങ്കിനെ കുറിച്ച് തന്നെ സംസാരിക്കാം അല്ലേ. ഞാൻ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു സിങ്കിനെ കുറിച്ച്. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ ഹോം ടൂർ, കിച്ചൺ ടൂർ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിൽ എൻ്റെ സിങ്ക് കാണാൻ പറ്റും. ആൻഡ് യൂട്ടിലിറ്റിയിലുള്ള ആ സിങ്കും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം സിങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഡിസൈൻ ഫേസിൽ സിങ്കിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എവിടെ സിങ്ക് പ്ലേസ് ചെയ്യണം എന്ന് ആലോചിക്കും. യൂഷ്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു ജനലിൻ്റെയൊക്കെ അടുത്തായിട്ട്. ബിക്കോസ് എന്തായാലും ഒരു ജനൽ ഉണ്ടാവുമല്ലോ ഒരു കിച്ചണിൽ. അപ്പോൾ അതിൻ്റെ അവിടെ സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പുറത്തോട്ട് ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പാത്രം തേക്കുകയോ കൈ കഴുകുകയോ അതൊക്കെ ചെയ്യാനും പറ്റും. മാത്രമല്ല, കുറച്ച് പകൽ നേരത്ത് വെളിച്ചമുള്ള സമയത്ത് നമ്മൾ പാത്രം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാനും അത് സഹായിക്കും. അത് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ആൾക്കാർ ഡിസൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല വെളിച്ചത്തിൽ പാത്രം തേച്ചെടുക്കുന്നത്. അപ്പോൾ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ മെയിനായിട്ട് എന്താണ്, ഞാൻ ആദ്യമേ ഡിസ്കസ് ചെയ്ത മാതിരി കിച്ചൺ ട്രയാങ്കിൾ, അത് ഫ്രിഡ്ജും സ്റ്റൗവും ആൻഡ് ഈ സിങ്കുമായിട്ട് അതിൻ്റെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടോ, അത് എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. അതാണ് പ്ലേസ്മെന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എത്ര നമ്പർ ഓഫ് സിങ്ക്സ് വേണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പലവരുടെയും വീട്ടിൽ ഇപ്പം യൂട്ടിലിറ്റിയിലും സിങ്ക് വെക്കാറുണ്ട്. അപ്പം മെയിൻ കിച്ചണിൽ ചെറിയൊരു സിങ്ക്, അതായത് കൈ കഴുകാനും കുറച്ച് സാധനങ്ങൾ വാഷ് ചെയ്യണത്, വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു സിങ്ക് മതി എന്നാണ് എല്ലാവരും പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ സിങ്കിൻ്റെ ഓപ്ഷനേ നിങ്ങളുടെ വീട്ടിലുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല എലാബറേറ്റ് ആയിട്ടുള്ള ഡ്രെയിൻ ബോർഡുള്ള നല്ലൊരു ഡീസൻറ്റ് സിങ്ക് തന്നെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. അത് മാത്രമല്ല കേട്ടോ, ചില വീടുകളിൽ ഒരു ഒറ്റ കിച്ചൻ്റെ ഉള്ളിൽ തന്നെ 2 ടൈപ്പ് സിങ്ക് വെക്കാറുണ്ട്. ഒരെണ്ണം കാര്യമായിട്ട് പാത്രമൊക്കെ തേക്കാനും, മറ്റൊരെണ്ണം അല്ല മീനോ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. സോ അവരവർക്ക് ഉള്ള ബഡ്ജറ്റും സ്പേസ് അനുസരിച്ചിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. സിങ്ക് വെക്കുമ്പം വേറെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഒരു ബോട്ടിൽ ട്രാപ്പ് എന്നൊരു സംഭവം കിട്ടും. അതായത് സിങ്കിൻ്റെ ഡ്രെയിന് ബോട്ടിൽ ട്രാപ്പ് തന്നെ ആയിരിക്കണം. ഞാൻ പല വീഡിയോസിലും, ഈ കിച്ചൺ ഹാക്ക് വീഡിയോസിലെല്ലാം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ ട്രാപ്പ് എന്ന് പറയുമ്പോൾ അത് താഴെ ഒരു ട്രാപ്പ് പോലെ കാണും. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം അതിൽ പോയി കുടുങ്ങിയിരുന്നിട്ട്, അപ്പം നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അഴുക്കെല്ലാം എടുത്ത് മാറ്റാം. മെയിൻ്റെനൻസ് ഇസ് വെരി ഈസി. അതുകൊണ്ടാണ് പറഞ്ഞത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി സിങ്കിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണം. അതായത് സിങ്കിൻ്റെ താഴെയുള്ള ക്യാബിനറ്റിൻ്റെ അകത്ത് ഇത് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആദ്യമേ കൊടുത്തേക്കാൻ പറ്റും. ആൻഡ് മോറോവർ അതിന് വേണ്ടി ഒരു 5 amps പോയിന്റ് കൂടി നിങ്ങൾ അവിടെ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ അത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളത്, വേസ്റ്റ് ഡിസ്പോസറാണ്. അതായത് ട്രാഷ് ക്രഷ് ചെയ്തിട്ട് മിക്സി പോലെ അതങ്ങ് ഗ്രൈൻഡ് ചെയ്തെടുക്കും. നമ്മൾ സിങ്കിൻ്റെ ആ ഡ്രെയിൻ ഹോൾ ഉണ്ടല്ലോ, അതുമായിട്ട് ഇത് താഴെ അറ്റാച്ച്ഡ് ആയിരിക്കും. ട്രാഷ് ക്രഷർ അല്ലെങ്കിൽ ഇത് വേസ്റ്റ് ഡിസ്പോസർ എന്നാണ്, തന്നെ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ എന്നാണ് അതിന് സാധാരണ പറയുന്നത്. അതിന് ഓഫ് കോഴ്സ് അതിനും ഒരു സെപ്പറേറ്റ് പോയിന്റ് വേണം. അതിന് നോർമൽ പ്ലംബിങ്ങിൻ്റെ ലൈനിൽ തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫുഡ് വേസ്റ്റ് ഒക്കെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ള് നന്നായിട്ട് ക്രഷ് ചെയ്ത് പേസ്റ്റ് ആക്കി അത് വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് ഒഴുക്കി വിടാൻ പറ്റും. അപ്പം ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ സിങ്കിനെ കുറിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് പല ടൈപ്പിൽ, ഷേപ്പിൽ, സൈസിലും ഒക്കെ സിങ്ക് കിട്ടുമല്ലേ. അപ്പം നമുക്ക് ഉള്ള സ്പേസ് അനുസരിച്ചിട്ടേ നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. എന്നാലും നിങ്ങൾ പോയി കടകളിൽ വിസിറ്റ് ചെയ്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണെന്നുള്ളതെന്ന് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ബ്രെത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ടു ബാക്ക്, അതിൻ്റെ ബ്രെത്തും പിന്നെ അത് എത്ര ഡീപ്പാണെന്നുള്ളതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. പ്ലസ് അതിന് ഡ്രെയിൻ ബോർഡ് ഉള്ളത് വേണോ അല്ലെങ്കിൽ ഡ്രെയിൻ ബോർഡ് ഇല്ലാത്തത് വേണോ, അത് അവനവൻ്റെ യൂസേജ് അനുസരിച്ചിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. സിങ്ക് എന്തെല്ലാം മെറ്റീരിയൽസിൽ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് അറിയാം. ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ട്.
യൂഷ്വലി കോമൺ ആയിട്ട് കാണുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷാണ്. ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിലും ഇപ്പോൾ സൗണ്ട് പ്രൂഫായിട്ട്, പണ്ടൊക്കെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ ഇടുമ്പോൾ അത് 1 mm ഷീറ്റാണ്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ക്ലിങ്ങിങ് ശബ്ദങ്ങൾ കേൾക്കും പാത്രങ്ങൾ. പക്ഷെ ഇപ്പോൾ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ സിങ്ക്സിൽ പോലും മാറ്റ് ഫിനിഷും അതിൻ്റെ അടിയിൽ നമുക്കൊരു അതായത് സിങ്കിൻ്റെ അടിയിൽ നമുക്കൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്തെങ്കിലും പാത്രമൊക്കെ വീഴുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തേച്ചെടുക്കുന്ന സമയത്തൊക്കെ അത്ര അധികം സൗണ്ട് വരത്തില്ല. പിന്നെ ഈ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ചില സിങ്കുകൾക്കാണെങ്കിൽ സ്ക്രാച്ച് പ്രൂഫും ആയിരിക്കും. അതുകൂടാണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് അല്ലാതെ നമുക്ക് ക്വാർട്സ് ഫിനിഷ്, അതായത് ക്വാർട്സൈറ്റ് ഫിനിഷിൽ, അതായത് എൻ്റെ കിച്ചണിൽ ഞാൻ ക്വാർട്സൈറ്റ് സിങ്കാണ് വെച്ചിരിക്കുന്നത്, ഹാഫ്ലെ ബ്രാൻഡിൻ്റെ. നല്ല വില കൂടിയ സിങ്കാണ്, പക്ഷെ വളരെ ഡ്യൂറബിൾ ആൻഡ് ഒത്തിരി ഈ എന്താ പറയുക, ഇങ്ങനെ ഫംഗസും മോൾഡും ഒക്കെ ഫോം ചെയ്യാതിരിക്കുന്നൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പിന്നെ പല കളേഴ്സിലും ക്വാർട്സൈറ്റ് സിങ്ക്സ് അവൈലബിൾ ആണ്. അതായത് ലൈറ്റ് ഷെയ്ഡ്സിൽ നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ കൗണ്ടർ ടോപ്പിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്ത് വേണോ, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് വേണോ, ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഗ്രാനൈറ്റ് സിങ്ക്സ് ഉണ്ട്. അതും അല്ലെങ്കിൽ ഇപ്പൊ അക്രലിക് സിങ്ക്സ് വരെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ചില ക്വാഡ് സ്റ്റോൺ, അതായത് സീസർ സ്റ്റോൺ പോലത്തെ സ്ലാബുകളിൽ നിന്നും, അതായത് അതിൻ്റെ 12 mm തിക്നെസ് ഉള്ള സ്ലാബ്സ് നിന്ന് നമുക്ക് വേണമെങ്കിൽ സിങ്ക് പോലെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അപ്പം കൗണ്ടർ ടോപ്പിൽ നിന്ന് സീംലെസ് ആയിട്ട് നമുക്ക് സിങ്കും നമുക്ക് കിട്ടും. പിന്നെ സിങ്കിന്റെ മൗണ്ടിങ്, അതായത് പല ടൈപ്പ് ഓഫ് മൗണ്ടിങ് ഉണ്ട് സിങ്കിന്. ചില സിങ്ക്സ് വന്നിട്ട് ഓവർ മൗണ്ട് ആയിരിക്കും, അതായത് അതിനെ ഗ്രാനൈറ്റ് കട്ട് ഔട്ട് ചെയ്തിട്ട് അതിന്റെ പുറത്ത്, ഇപ്പം അതിന്റെ എഡ്ജസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഗ്രാനൈറ്റിന് ഓവർലാപ്പ് ചെയ്തിട്ടിരിക്കും. ചില സിങ്ക്സ് ആണെങ്കിൽ ഫ്ലഷ്ഡ് ആയിരിക്കും. അപ്പം അതായത് അത് കൗണ്ടർ ടോപ്പുമായിട്ട് ഫ്ലഷ് ചെയ്ത്, അതിന് ഗ്രൂവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പുമായിട്ട് ഫ്ലഷ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ചില സിങ്ക്സ് ആണെങ്കിൽ കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജസ് എല്ലാം നീറ്റായിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ട് സിങ്ക് അതിൻ്റെ അടിയിലാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ യു എസിലൊക്കെ ഒരുപാട് ഇടത്തും അങ്ങനത്തെ സിങ്ക്സ് ആണ്, അതായത് അണ്ടർ മൗണ്ടഡ് സിങ്ക്സ് ആണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. സപ്പോസ് നിങ്ങൾ ഷോപ്പിൽ പോയി അവരുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൂട്ടബിൾ ആണോ, നിങ്ങളുടെ ബഡ്ജറ്റിന് ഏത് സൂട്ടബിൾ ആണ്, അതിനനുസരിച്ചിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ ഡിസൈൻ ഫേസിന് മുന്നേ തന്നെ സിങ്കിൻ്റെ കാര്യവും നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാസൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ബിക്കോസ് ഇത് ഞാനിപ്പോൾ പറഞ്ഞതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് അല്ലേ. എന്ത് സിങ്ക് ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രെയിൻ പൈപ്പ് അതിന് കറക്റ്റ് അലൈൻ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ആദ്യമേ. ബിക്കോസ് ഈ ഡ്രെയിൻ പൈപ്പിൻ്റെ ഹോൾ ഉണ്ടല്ലോ, ചില സിങ്കിന് ഒരു കോർണറിലായിരിക്കും, ചിലത് നടുക്കായിരിക്കും, ചിലത് നടുക്ക് ആയിരിക്കും പക്ഷെ കുറച്ച് ബാക്കിലോട്ടായിരിക്കും. അടുത്തത് സിങ്കിന്റെ മാച്ചിങ് ആരാണ്? ഫോസറ്റ് ആണ്. ഫോസറ്റ് ഇസ് നത്തിങ് ബട്ട് ടാപ്പ്. ഈ ഫോസറ്റ് തന്നെ പല ടൈപ്പിന്റെ ഉണ്ട് കേട്ടോ. ചിലത് വാൾ മൗണ്ടഡ് ആയിരിക്കും, വാളിൽ നിന്ന് തന്നെ പൈപ്പ് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി വെള്ളം വരുന്നതായിരിക്കാം. ചിലത് വന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കട്ട് ഔട്ട് എടുത്തിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ചിലത് സിങ്കിന്റെ അകത്ത് തന്നെ അതിനുള്ള ഹോൾ ഉണ്ടായിരിക്കും. പിന്നെ അതിനും ഇപ്പൊ ഇഷ്ടം പോലെ ഫിനിഷസ് ഉണ്ട്. ബ്രാസ് ഫിനിഷ് ഉണ്ട്, ക്രോം പ്ലേറ്റഡ് ഉണ്ട്, അതിൽ തന്നെ മാറ്റ് ഫിനിഷ് ഉണ്ട്, ആന്റി സ്ക്രാച്ച്, അങ്ങനത്തെ പല കോമ്പിനേഷൻസ് ഉണ്ട്. പിന്നെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയർ വെക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഫോസറ്റ് അറ്റാച്ച് ചെയ്യേണ്ടി വരും. അതായത് നോർമൽ വാട്ടറിന് വേണ്ടിയിട്ട് ഒരു ഫോസറ്റും അണ്ടർ സിങ്കിൻ്റെ വെള്ളം വരാനായിട്ട് വേറൊരു ഫോസറ്റും കൂടി അവർ തന്നെ അത് തരുന്നൊരു പ്രോഡക്റ്റാണ്. അത് കൂടാണ്ട് ഞാൻ എൻ്റെ കിച്ചണിൽ വെച്ചിട്ടുള്ളത് ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ ഒരൊറ്റ ഫോസറ്റിൽ തന്നെ 2 ഔട്ട്ലെറ്റ് സ്പൗട്ട് കാണും. അതിന് രണ്ടിൻ്റെയും പൈപ്പിങ്ങും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും, പക്ഷെ കാണാനായിട്ട് അത് ഒറ്റ ഇതായിട്ടിരിക്കും. രണ്ട് സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, അതായത് രണ്ട് സൈഡിൽ 2 ടാപ്പും ഉണ്ട്. അപ്പം നമുക്ക് കുടിക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് മറ്റേ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യാം, അല്ലാത്ത വെള്ളമാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യാം. നമ്മുടെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് അറിയോ? കൗണ്ടർ ടോപ്സ്. ഞാൻ കൗണ്ടർ ടോപ്പിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ദയവ് ചെയ്ത് അത് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ അത് കാണുന്നത് വെച്ചാൽ ഞാൻ അത്രയും വിവരങ്ങൾ ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിൽ കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഇത് കണ്ടിട്ട് മറ്റതും കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും എന്ത് മേടിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. ഇപ്പം നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഞാൻ പറയാനുള്ള 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി ഓഫ് ദ എൻറ്റയർ കിച്ചൺ ആ കൗണ്ടർ ടോപ്പിനെ ബേസ് ചെയ്താണുള്ള. അതെങ്ങനെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കിച്ചൻ്റെ ലൈഫ് തന്നെ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് കിച്ചൺ ആണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം എന്ത് മെറ്റീരിയൽ നമ്മൾ മേടിക്കണം എന്നുള്ളതിന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്.
നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്പൈസസ് യൂസ് ചെയ്യും, പിന്നെ ടേമറിക് യൂസ് ചെയ്യും, ഇങ്ങനെ ഒത്തിരി ഈടായിട്ട് ഓയിൽ ഇങ്ങനത്തെ സ്റ്റെയിൻസ് വരുത്തുന്ന പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ. അങ്ങനെ വരുമ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽ വളരെ ഫാൻസി ആയിട്ട് മാത്രമല്ല, ഡ്യൂറബിൾ ആയിട്ടും സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ബിക്കോസ് കൗണ്ടർ ടോപ്പ് ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്നെ ചോദിച്ചാൽ ഏറ്റവും ഇപ്പോഴും പോപ്പുലർ ആയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ളതും കുറേ സ്റ്റേഡി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. കുറച്ച് പോറസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് ഗ്രാനൈറ്റും, പക്ഷെ എന്നാലും അത് ഹീറ്റ് പ്രൂഫാണ്. ഒത്തിരി ഹീറ്റ് അതിന് താങ്ങാൻ പറ്റും. സോ അങ്ങനെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഗ്രാനൈറ്റ് ഇപ്പോഴും നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് അഫോർഡബിളും കൂടിയാണ്. അത് കാണാനും ഒരു നല്ലൊരു ചന്തമുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും, ഗ്രാനൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ കഴിവതും ലൈറ്റ് കളേർഡ് ഗ്രാനൈറ്റ് യൂസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഡാർക്ക് ഷെയ്ഡ്സ് ഓഫ് ഗ്രാനൈറ്റ് തന്നെ നമ്മൾ കിച്ചൺ കൗണ്ടറിന് യൂസ് ചെയ്യണം കേട്ടോ. ബിക്കോസ് അത് ഞാൻ പറഞ്ഞല്ലോ, പൊറോസിറ്റി എന്തായാലും ഗ്രാനൈറ്റിനും ഉണ്ട്. അപ്പോൾ ആ സ്റ്റെയിൻസ് എല്ലാം അബ്സോർബ് ചെയ്തിട്ട് വൈറ്റ് കളർ കാണാനായിട്ട് ഒരുമാതിരി മങ്ങിയ കളറായിട്ട് പിന്നെ മാറിപ്പോകും. സോ അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മാർക്കറ്റിൽ ഇങ്ങനെ പൊറോസിറ്റിനെ കുറയ്ക്കാനായിട്ടുള്ള ചില കെമിക്കൽസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യത്തില്ല കേട്ടോ. കൗണ്ടർ ടോപ്പ് ഇപ്പം ഗ്രാനൈറ്റ് അല്ലാണ്ട് നെക്സ്റ്റ് എന്താ ഓപ്ഷൻ ഉള്ളത്? ബിക്കോസ് ഇപ്പം നിങ്ങളെ കിച്ചൺ വളരെ വൈറ്റ് ആണ്, അല്ലെങ്കിൽ വളരെ എക്സ്ട്രാ കണ്ടംപററി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം കിച്ചൺ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ ഗ്രാനൈറ്റിൻ്റെ ഡാർക്ക് ലുക്ക് കാരണം മൊത്തം കിച്ചൺ തന്നെ കാണാനായിട്ടൊരു ചന്തമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റർ ഷെയ്ഡ്സ്, അതായത് ക്വാർട്സിൻ്റെ സ്റ്റോൺസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ക്വാർട്സ് തന്നെ പല വെറൈറ്റി ഓഫ് ക്വാർട്സ് ഉണ്ട്. ചിലതെല്ലാം 60-65% ക്വാർട്സ് മെറ്റീരിയലും പിന്നെ എന്തൊക്കെയോ ബൈൻഡിങ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അത് മാൻ മെയ്ഡ് പ്രോഡക്റ്റ് ആണ്. പൊറോസിറ്റി അതിന് 0 ആണ്, അതായത് അത് സ്റ്റെയിൻ പ്രൂഫാണ് കംപ്ലീറ്റ്ലി. ആൻഡ് നല്ല സ്റ്റേഡി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് അത് പൊട്ടത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ വളരെ അധികം സ്റ്റഡി, ഒരു 180°C വരെയും അതിന് ഹീറ്റ് താങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സൈഡിലാണ് നിങ്ങളുടെ കിച്ചൺ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് അധികം വെളിച്ചം വരാത്തൊരു ഏരിയയിലാണ് കിച്ചൺ എന്നുണ്ടെങ്കിൽ, ലൈറ്റർ ഷെയ്ഡ് ഓഫ് കൗണ്ടർ ടോപ്പ് നിങ്ങൾ യൂസ് ചെയ്താൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും കിച്ചൺ. കുറച്ചുകൂടെ ലൈറ്റ് അതിലോട്ട് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് വരും. സോ എല്ലാം കൊണ്ടും അപ്പം കാണാനും നല്ലതായിരിക്കും, കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. അതുകൂടാതെ ക്വാർട്സിൽ തന്നെ സീസർ സ്റ്റോൺ എന്ന് പറഞ്ഞ് പ്യൂറസ്റ്റ് ഫോം ഓഫ് ക്വാർട്സ് ഉണ്ട്. എൻ്റെ വീട്ടിലെ കിച്ചണിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അഗെയിൻ ഞാൻ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ഒരു പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഞാൻ റെനോവേറ്റ് ചെയ്തുകൊണ്ട് വൺസ് ഫോർ ഓൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അത് ഇട്ടത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് ഇന്ത്യയിൽ ഹാഫ്ലേ ആണ് അത് സപ്ലൈ ചെയ്യുന്നത്. അവർക്ക് മൊണോപ്പൊളി ആണെന്ന് എനിക്കിപ്പോഴും അതാണ് തോന്നുന്നത്. കൂടാതെ നാനോ വൈറ്റ് ഉണ്ട്. എനിക്ക് നാനോ വൈറ്റ് പ്രോഡക്റ്റ് ബാഡ് എക്സ്പീരിയൻസസ് മുന്നേ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ 7, 8 അങ്ങനെ എന്തൊക്കെയോ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അത്രയും പ്രൊമോട്ട് ചെയ്യാത്തൊരു പ്രോഡക്റ്റാണ് നാനോ വൈറ്റ്. കൗണ്ടർ ടോപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ, പലവരും കൗണ്ടർ ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ട് അത് കാരണം മൊത്തം കിച്ചൺ കാണാനും സുഖമില്ല. അത് കാരണം സീപ്പേജ് വരാം, അത് കാരണം വേറെ ബാക്ടീരിയ ഫോർമേഷൻ, പിന്നെ ഫംഗസ്, മോൾഡ്, ഇങ്ങനത്തെ പല ഇഷ്യൂസും വന്ന് കണ്ടിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ആ സ്റ്റൗവിൻ്റെ കട്ടിങ് ശരിക്കും ചെയ്യാണ്ട് അങ്ങനെ കുളമായിട്ടുള്ള പലതും കണ്ടിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റലേഷൻ ഓഫ് എ കൗണ്ടർ ടോപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു മെറ്റീരിയൽ നമ്മൾ മേടിച്ചാൽ മാത്രം പോരാ, അത് കറക്റ്റായിട്ട് ഇൻസ്റ്റാളും കൂടി ചെയ്തിരിക്കണം. അപ്പോഴേ അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കൗണ്ടർ ടോപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വി കനോട്ട് ഫർഗെറ്റ് ദ ബാക്ക് സ്പ്ലാഷ്. ബാക്ക് സ്പ്ലാഷ് എന്ന് വെച്ചാൽ ആ ബാക്കിലുള്ള ഡാഡോയിങ് ഉണ്ടല്ലോ, ആ ടൈലുണ്ടല്ലോ, അത് തന്നെയാണ്. അത് പലവരും ഞാൻ കണ്ടിട്ടുള്ളത് ബാക്കി എല്ലാം നന്നായി ചിലവാക്കിയിട്ട് ഈ ടൈൽസ് ബാക്ക് സ്പ്ലാഷ് അത്രയ്ക്ക് അതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതിട്ടേക്കും. ബാക്ക് സ്പ്ലാഷ് ആണ് ഒരു കിച്ചൻ്റെ ഡിസൈനെ ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലിമെൻറ്റ്. നല്ലൊരു ബാക്ക് സ്പ്ലാഷ് നമ്മൾ സെലക്ട് ചെയ്താൽ ഒരു ഡള്ളായിട്ടുള്ള ഒന്നും വേണ്ട, ഒരു ബേജ് കളർ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ വൈറ്റ് കളർ കിച്ചൺ മാത്രം ചെയ്തോളൂ, വൈറ്റ് കൗണ്ടർ ടോപ്പ് ഇട്ടോളൂ. പക്ഷെ ആ കിച്ചൻ്റെ ഹോൾ ലൈഫ് അതിനെ ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് ആണ് ബാക്ക് സ്പ്ലാഷ്. സാധാരണഗതിയിലെ എല്ലാ ഡിസൈനേഴ്സും ഫസ്റ്റ് പോയി സെലക്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? ബാക്ക് സ്പ്ലാഷ് ആയിരിക്കും. ബിക്കോസ് ഈ ബാക്ക് സ്പ്ലാഷിന് ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കി അതിൻ്റെ കളറും ബാക്കിയുള്ള ക്യാബിനറ്റ്സിൻ്റെ കളറും ഒക്കെ ചൂസ് ചെയ്യുന്നത് പല ഗ്രേറ്റ് ഡിസൈനേഴ്സ്. ബാക്ക് സ്പ്ലാഷിന് ഒബ്വിയസ്ലി പല യൂസസ് ഉണ്ട് അല്ലേ? പ്രധാനമായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെയിൻസ് എല്ലാം അതിൽ ആകാണ്ടിരിക്കും. അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അപ്പം വാട്ടർ പ്രൂഫ് ആയിരിക്കും, ഇതൊക്കെ തന്നെയാണ്.
കിച്ചൻ്റെ ഈസി മെയിൻ്റനൻസിന് വേണ്ടി തന്നെയാണ് ബാക്ക് സ്പ്ലാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഡിസൈൻ എലിമെൻറ്റ് എന്ന് പറഞ്ഞൊരു മേജർ ഫാക്ട്. അപ്പോൾ ബാക്ക് സ്പ്ലാഷ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ അഡ്വൈസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ കിച്ചൻ്റെ ക്യാബിനറ്റ്സ് ആദ്യം വെച്ചോളൂ, പിന്നെ കൗണ്ടർ ടോപ്പ് ഇട്ടോളൂ. താഴത്തെ ഞാൻ ബേസ് യൂണിറ്റ്സാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു ബാക്ക് ട്രിം പോലെ കൊടുക്കണം, അതായത് സ്കേർട്ടിംഗ് എന്ന് പറയല്ലോ. അതുപോലെ ചെറുതായിട്ടൊരു സ്കേർട്ടിങ് കൊടുത്തിട്ട് അത് മേ ബി ഒരു 3 to 4 ഇഞ്ചസ് എങ്കിലും അത് വേണം. അത് കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ബാക്ക് സ്പ്ലാഷ് ഇട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സ്പ്ലാഷ് ആ കൗണ്ടർ ഇട്ടതിന് ശേഷം, അതായത് കൗണ്ടർ ടോപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ബാക്ക് സ്പ്ലാഷ് വെച്ച് പോയിക്കോളൂ. ബാക്ക് സ്പ്ലാഷ് പലതരം ബാക്ക് സ്പ്ലാഷസ് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. പ്രധാനമായിട്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ടൈൽസ് തന്നെയാണ്. ടൈൽസിൽ ഇപ്പം മാർക്കറ്റിൽ പോയാൽ ബാക്ക് സ്പ്ലാഷിന് എന്തൊക്കെ ചോയ്സ് ഉണ്ട്. ഇൻഫാക്ട് നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ പ്രിന്റ്, നിങ്ങളുടെ ചോയ്സ് ഓഫ് കളർ, ഇതൊക്കെ നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡായിട്ട് വരെയും നിങ്ങൾക്ക് ബാക്ക് സ്പ്ലാഷ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൂടാണ്ട് വുഡൻ ബാക്ക് സ്പ്ലാഷ് ഉണ്ട്. പിന്നെ സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ ഫിനിഷും ചെയ്യാറുണ്ട്. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമുക്ക് ബാക്ക് സ്പ്ലാഷിന് നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് ബാക്ക് സ്പ്ലാഷിലും യൂസ് ചെയ്ത് പോകാം. അതൊരു സീംലെസ് ആയിട്ട്, അതായത് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒത്തിരി കണ്ടംപററി കിച്ചൺസിലും ക്വാർട്സ് സ്റ്റോൺ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ബാക്ക് സ്പ്ലാഷിലും സെയിം സ്റ്റോൺ വെച്ചിട്ട് തന്നെ പോകുന്നുണ്ട്. അഗെയിൻ ബാക്ക് സ്പ്ലാഷിൻ്റെ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി നന്നായിട്ടൊന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ബാക്ക് സ്പ്ലാഷ് എങ്ങനെയാണ് ചൂസ് ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചും ഐഡിയ കിട്ടും. ചുരുക്കി പറയുകയാണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് ഇപ്പോൾ ഒരു വുഡൻ കിച്ചൺ ആണെങ്കിൽ ബേജ് കളർ, അല്ലെങ്കിൽ ഒരു സെൽഫ് പ്രിന്റഡ് ആയിട്ടുള്ള ടൈൽ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു ഓഫ് വൈറ്റ് അല്ല ഒരു ബ്രൗൺ ഷെയ്ഡ്സ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സിൻ്റെ ഒക്കെ വളരെ നല്ലതായിരിക്കും. ഞാൻ വെറുതെ എക്സാമ്പിൾ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു അക്രിലിക് കിച്ചൺ അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഗ്ലാസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണെങ്കിൽ ബാക്ക് സ്പ്ലാഷ് നമുക്ക് ലാക്കേർഡ് ഗ്ലാസും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് എന്ത് കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഗ്ലാസ്സിന് നമ്മൾ ടെംപ്ലേറ്റ് എടുത്ത് അത് കട്ട് ചെയ്ത് അത് ടഫൺ ചെയ്തിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കിൽ നമുക്ക് വേണ്ട കളറ് ലാക്കർ ചെയ്യുക. എന്നിട്ട് അതിനെ ഓൾറെഡി ഉള്ള മതിലോ അല്ലെങ്കിൽ ഒരു ബോർഡ് പോലെ ബാക്കിൽ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു പ്ലൈ പോലെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് സിലിക്കോൺ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. ലാക്കേർഡ് ഗ്ലാസിൻ്റെ ബാക്ക് സ്പ്ലാഷ് കൊടുക്കുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മൾ ടെംപ്ലേറ്റ് കറക്റ്റായിട്ട് എടുക്കണം. അതിൽ തെറ്റിച്ച് കഴിഞ്ഞാൽ മൊത്തം ഗ്ലാസ് തന്നെ നമുക്ക് വേസ്റ്റ്. അതുകൂടാതെ ഇപ്പം നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു കിച്ചണാണ്, അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു പാറ്റേൺ ടൈല് വെക്കാം. അങ്ങനെയും കുറേ, അതായത് ഒരു മൊറോക്കൻ ടൈലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺട്രി സൈഡ് ഒരു കിച്ചൻ്റെ ലുക്ക് വരണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്ക് സ്പ്ലാഷ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ ലുക്ക് തന്നെ നമുക്ക് മാറിക്കിട്ടും. ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ അത് ക്രൂഷ്യലാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കാം. ഓഫ് കോഴ്സ് ഇതൊക്കെ ചേരുമ്പോഴാണല്ലോ ഒരു മൊത്തം ഒരു കിച്ചണിന് ഒരു നല്ലൊരു ലുക്ക് കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ സിങ്കും ഫോസറ്റും ബാക്ക് സ്പ്ലാഷും കൗണ്ടർ ടോപ്പും ഒക്കെ കവർ ചെയ്തു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. ആൻഡ് കൂടുതൽ ആൾക്കാർക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കിച്ചൺ ഫ്ലോറിംഗ്, ഫാൾസ് സീലിംഗ് ആൻഡ് ലൈറ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അഗെയിൻ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ് ഒരു കിച്ചണിൽ. അപ്പോൾ അതുവരയ്ക്കും ബൈ. താങ്ക് യു.